നമുക്ക് 4 പേർക്ക് കഴിക്കാം. 4 ഗ്ലാസ് ഒഴിക്കാൻ പറ്റും. ഞങ്ങൾ 4 പേരും ഓരോ ഗ്ലാസ് വീതം കുടിച്ചു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ ഇതാ കണ്ടില്ലേ, നല്ല ഷാപ്പിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിയെടുത്ത് ആലപ്പുഴയിലേക്ക് വിട്ടു. ആദ്യം ഞങ്ങൾ പോയത് എടത്തുവ പള്ളിയിലാണ്. എടത്തുവ പള്ളിയിൽ പോയി അവിടെ കുറേ സമയം പ്രാർത്ഥിച്ചിരുന്ന് പിന്നെ അവിടെ നിന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അതിന് ശേഷമാണ് ഞങ്ങൾ കുട്ടനാട്ടിലോട്ട് പോയത്. ഒരു 10-11 മണി വരെ ഞങ്ങൾ അവിടെ എടത്തുവ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് ഒരു ഉച്ചയായപ്പോഴാണ് ഞങ്ങൾ ഷാപ്പിലെത്തിയത്. ആറ്റുമുഖം ഷാപ്പ് എന്നാണ് ഈ കള്ള് ഷാപ്പിൻ്റെ പേര്, ആറ്റുമുഖം. ഉള്ള നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു കുഴപ്പം സ്ഥലം തന്നെയാണ് ആറ്റുമുഖം ഷാപ്പ്. ഫുള്ളും കുറേ ഹട്ടുകളാണ്, ചെറിയ ചെറിയ കുടിൽ പോലത്തെ സെറ്റപ്പുകൾ എല്ലാം. നല്ല AC ഒക്കെ ഉണ്ട് അതിനകത്ത്. ഞങ്ങൾ പോയ പാടെ തന്നെ അകത്ത് പോയി ഓർഡർ കൊടുത്തു. നമ്മൾ നമുക്ക് കിച്ചണിൽ പോയി സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാം. അവിടെ പോയി ഓർഡർ കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മുതുക്ക് ട്രെയിൽ ചേട്ടൻ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. താറാവ്, തലക്കറി, കൊഞ്ച്, ചിപ്പി, മരച്ചിനി, നീരാളി, ഞണ്ട്, ചേമ്പും കിഴങ്ങ്, കരിമീൻ ഫ്രൈ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇതും കഴിഞ്ഞില്ല, ഇനിയുണ്ട് കുറേ സാധനങ്ങൾ. അതിപ്പോൾ ചേട്ടൻ രണ്ടാമത് ലോഡ് എടുക്കാൻ പോയിരിക്കുകയാണ്. കരിമീൻ പൊള്ളിച്ചത്, പിന്നെ പൊറോട്ട, അപ്പം, കരിമീൻ ഫ്രൈ ആണ് ഇത്. കരിമീൻ ഫ്രൈ എന്നൊക്കെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്തത് കരിമീൻ പൊള്ളിച്ചത് ഇത്തിരി പുളി കൂടിപ്പോയിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ തക്കാളിയുടെയൊക്കെ ഒരു പുളി ഇത്തിരി കൂടുതലായിട്ട് തോന്നി. ബാക്കിയെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കസിൻസിനൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു ഫുഡൊക്കെ. പിന്നെ ചിപ്പി ഉള്ളായിരുന്നു. ചിപ്പി നല്ല ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ലിവർ ഫ്രൈ ഒക്കെ പോലെ, ഈ ബീഫിൻ്റെ ലിവർ ഫ്രൈ പോലത്തെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് ഒരു കുപ്പി മുന്തിരി കള്ള് കൂടെ ഓർഡർ ചെയ്തേ. അങ്ങനെ വലിയ കിക്കുള്ള സംഭവമൊന്നുമല്ല. ഒരു കുടം കള്ളതിൽ നമുക്ക് 4 പേർക്ക് കഴിക്കാം. 4 ഗ്ലാസ് ഒഴിക്കാൻ പറ്റും. ഞങ്ങൾ 4 പേരും ഓരോ ഗ്ലാസ് വീതം കുടിച്ചു. ആദ്യമായിട്ടാണ് ഞങ്ങൾ കുടിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുടിച്ചെന്നേ ഉള്ളൂ. പക്ഷേ വലിയ വീര്യമൊന്നുമില്ല. ഈ അന്തിക്കള്ളം എന്നൊക്കെ പറയാനാണ് നല്ല വീര്യമുള്ളത്. ഇത് നമുക്കൊന്നും അങ്ങനെ വലിയതായിട്ടൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഒരു മോരും വെള്ളം കുടിക്കുന്നത് പോലത്തെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് തോന്നിയത്. പിന്നെ നല്ലപോലെ ഫുഡ് കഴിച്ചു, നല്ല അറിഞ്ഞ് തന്നെ കഴിച്ചു. അങ്ങനെ ഫുഡടിയെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു വയലുണ്ടായിരുന്നു. ആ വയലിൻ്റെ സൈഡിൽ നിന്ന് ഒരു റീൽസൊക്കെ എടുത്ത് വണ്ടി നേരെ തിരുവനന്തപുരത്തേക്ക് വിട്ടു. ഒരു ദിവസം പോയതേ അറിഞ്ഞില്ല. സൂപ്പറായിരുന്നു.